രജനികാന്തിന്റെ മാതാപിതാക്കൾ കർണാടകയിലായിരുന്നു താമസിച്ചിരുന്നത്. 6 മക്കളിൽ ഇളയവനായിരുന്നു ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന രജനികാന്ത്. ശിവാജി റാവു ജനിച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അമ്മ മരണപ്പെട്ടു. ജ്യേഷ്ഠൻ സത്യനാരായണ റാവു ആയിരുന്നു അല്ലലൊന്നും അറിയാതെ അനുജൻ ശിവാജിയെ വളർത്തിയത്. വിദ്യാഭ്യാസ കാലത്ത് സമയം കിട്ടുമ്പോഴൊക്കെ ശിവാജി വീടിനടുത്തുള്ള ആശ്രമത്തിലായിരുന്നു കൂടുതലും. ആശ്രമത്തിലെ സ്വാമിജിക്ക് ശിവാജിയെ വലിയ കാര്യമായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമെന്നോണം കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്തു. ആ ഇടയ്ക്ക് സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പരസ്യം കണ്ട ശിവാജി റാവു ചെന്നൈയിൽ ആക്ടിംഗ് കോഴ്സിന് അപേക്ഷിച്ചു. ജ്യേഷ്ഠനും സുഹൃത്തുക്കളും കൂടി സ്വരുക്കൂട്ടിയ പണവുമായി ശിവാജി ആക്ടിംഗ് സ്കൂളിൽ ചേർന്നു. സഹപാഠികളായ പൈനാപ്പിൾ നിറമുള്ള സുന്ദരന്മാരുടെ ഇടയിൽ കറുത്തിരുണ്ട് കാണാൻ ഒരുവിധത്തിലും ഭംഗിയില്ലാത്ത താൻ എന്തിനാണ് ആക്ടിംഗ് കോഴ്സ് പഠിക്കുന്നതെന്ന് ശിവാജി ചിന്തിച്ചു. കോഴ്സ് മതിയാക്കി തിരിച്ചു പോവാനും ഉറപ്പിച്ചു. പക്ഷെ ആ ഉദ്യമത്തിൽ നിന്നും ശിവാജിയെ പിന്തിരിപ്പിച്ചത് അന്നത്തെ അടയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മലയാളികളും സഹപാഠികളുമായ ആദം അയ്യൂബും സംവിധായകൻ ജോർജ് കിത്തുവും കൂടിയായിരുന്നു. മലയാള സിനിമയെ അടക്കി ഭരിക്കുന്ന അഭിനയ ചക്രവർത്തി കറുത്തവനായ സത്യന്റെ കഥ പറഞ്ഞു കൊടുത്തതും സത്യൻ അഭിനയിച്ച സിനിമകൾ കാണിച്ചും അവർ ശിവാജിയെ പിടിച്ചു നിർത്തി. അവിടെ വെച്ചാണ് സംവിധായകൻ കെ ബാലചന്ദ്രൻ തമിഴന്റെ രൂപത്തിലുള്ള ഉത്തരേന്ത്യക്കാരനായ ശിവാജിയെ കാണുന്നത്. അലസമായി പാറിക്കളിക്കുന്ന മുടിയും നടപ്പിലെയും ഇരിപ്പിലെയും ചലനത്തിലെയും പ്രത്യേക സ്റ്റൈലും ചടപടാന്നുള്ള സംഭാഷണം കൂടി കേട്ടപ്പോൾ ബാലചന്ദ്രൻ സ്വന്തം ചിത്രമായ അപൂർവരാഗങ്ങളിലെ വില്ലൻ വേഷം ഓഫർ ചെയ്തു രജനീകാന്തിന്. ഉത്തരേന്ത്യൻ ചുവയുള്ള ശിവാജി റാവു ഗെയ്ക്വാദ് എന്ന പേരിനെ പരിഷ്കരിച്ച് രജനീകാന്ത് എന്നാക്കി. പിന്നെയെല്ലാം ചരിത്രമായി മാറുകയായിരുന്നു.